തറവാട്ടിലേക്കുള്ള മടക്കമാണെങ്കിൽ തറവാടിന്റെ ആളുടെ ആദ്യത്തെ മുസ്ലിമിന്റെ നാട് ഇന്ത്യ, ആദ്യത്തെ പ്രവാചകന്റെ നാട് ഇന്ത്യ, അവസാനത്തെ പ്രവാചകന്റെ ഭാര്യയുടെ പേര് ഇന്ത്യ, ഹിന്ദ്. ഭാര്യയുടെ പേര് ഹിന്ദ്, ഇന്ത്യ. എന്താ കുട്ടികളെ പഠിക്കാൻ? അല്ലാഹു ബോധം തരട്ടെ. ഇതിന്റെ കൂടെയാണ് പിശാചിനെ ഇറക്കി. ഞാൻ വെറുതെ ഈ സമകാലിക വിഷയം പറഞ്ഞെന്ന് മാത്രം. പിശാച് എവിടെ ഇറങ്ങി? പിശാച് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആ ഇബ്ലീസാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു. അല്ലാഹു അവനെ ആട്ടി ഓടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒറ്റ ഹദീസ്, ഇബ്ലീസിനെ ജീവിതത്തിൽ നാട്ടി ഓടിക്കണം. ഓടിക്കോ? ഞാൻ പറയാം, ഓടിക്കേണ്ട കുറെ സാധനം ഞാൻ പറയാം. ഓടിക്കോ? അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ നോക്കി നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പോക്കും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊരു ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. സമയം പരിമിതം. ആരാ ഇബ്ലീസ്? നമ്മൾ പറയുക അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ ഒരുത്തന്റെ തലയെ കൈവച്ചിട്ട് നമ്മൾ ഓതുന്നവൻ ഒന്നാം നമ്പർ ശൈത്താൻ. പിന്നെ ഇബ്ലീസ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയാൽ ഓതുന്നവനാണ് ഒന്നാം നമ്പർ ഇബ്ലീസ്. പിന്നെ ഇബ്ലീസ് ഒന്ന് ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. ഇൻഷാ അല്ലാഹ് ഉറപ്പാണല്ലോ. ഒന്നുകൂടി കൈവച്ച് നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ഖളാഖിട്ടവൻ കിടന്നുറങ്ങിയാൽ ഇബ്ലീസ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്താ വിചാരിച്ച കായ് കൊടുക്കലാണ്? ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ആർക്കറിയാത്തത്? ആരെങ്കിലും സുബഹി നമസ്കാരം ഖളാഖിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ ചെവിയില് ഇബ്ലീസ് മൂത്രമൊഴിക്കും. നമുക്കറിയാം, രാവിലെ ഒരാൾ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ വേണ്ട, നബിതങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക. രാവിലെ എഴുന്നേറ്റ് പോണ ഒരാള്. അപ്പൊ നബിതങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിതങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വലത് കെട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കൽ വലത് പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് ഒരു കത്ത് തന്നു. ഉസ്താദേ ദുആ ചെയ്യണം. എന്റെ ഭർത്താവിന് 4 പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്. ഉസ്താദ് ദുആ ചെയ്യും. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഈ സദസ്സിൽ തന്നെ ഉസ്താദ് ദുആ ചെയ്യും. അതെന്താന്ന് അറിയാണ്ട് അതിനെ താഴെ എഴുതിയിരിക്കുകയാണ്, എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്ന് വെക്കാൻ വന്നിരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞു, ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്നുള്ള ക്യാസറ്റ് അവിടെ പ്രസംഗിച്ച അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ആ 4 പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദിന്റെ വന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വഴതെന്ന് പറഞ്ഞാൽ ദീർഘാവണം, വായും മുത്തൈതാകണം, കേൾക്കുന്നവനും ആ വളരെ ഇർഷാദ് നൽകണം. സഹോദരങ്ങളെ, ഒന്ന് ഇബ്ലീസിനെ ശരീരത്തിൽ കൂട്ടി. ഇതാണ് ജീവിതം. പോരാടാനുള്ളതാണ്. സുബഹിക്ക് എഴുന്നേൽക്കുക. സുബഹിക്ക് എഴുന്നേൽക്കുക. എന്നിട്ട് 2 റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളെ സുബഹിക്ക് ചെറുപ്പക്കാർ കുറവാ. കാരണം ബോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണി വരെ തിരുവനന്തപുരത്ത് കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂവാ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണി വരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരോ. സുബഹി നമസ്കാരം ഒരു ജൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുജൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, അത്രേ നിങ്ങൾക്കെന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങളെ ജൂതന്മാരെ തോൽപ്പിക്കുമെന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ. അവരുടെ വെള്ളിയാഴ്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു വലിയ മഹാത്ഭുതമുണ്ട്. കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ആ ദിവസം വളരെ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. കാരണം എന്തെന്നറിയോ? അന്ന് എന്റെ വിവാഹത്തിന്റെ 10ാം വാർഷികമാ. 6 മാസം മുമ്പ് ഭാര്യ എടുത്തിട്ട് ഡയറിയിൽ വരച്ചിട്ട് എത്ര ദിവസം അതിന് പോവാ
പോവാൻ പാടില്ല. അന്നത്തെ ദിവസം ദുആ ചെയ്യണം. യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹം ആ സാധുവിനുണ്ട്. അല്ലാഹുവേ അവസാന സ്വർഗ്ഗത്തിലെത്തുന്ന മണിയറയിലെത്തിക്കണേ അല്ലാഹുവേ. അവസാന നിർബന്ധത്തിന് സഹിക്കാൻ കഴിയാണെന്ന് ബഹ്റൈനിൽ ഒരു പരിപാടിയുണ്ട്. രാവിലെ 10:40 തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് എയറിൽ കയറി ബഹ്റൈനിൽ ഇറങ്ങി പ്രസംഗം കഴിഞ്ഞു. അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു കയറി 7-ാം തീയതി 6-ാം തീയതി കൊടുങ്ങല്ലൂർ പ്രസംഗത്തിനെത്തണം. യാത്രാ ക്ഷീണം കാരണത്താൽ കയറുമ്പോഴേ ഗൾഫ് എയറിന്റെ ബിസിനസ് ക്ലാസ്സിലാ. ഞാനല്ലാതെ വേറൊരാൾ ബിസിനസ് ക്ലാസ്സിലില്ല. ഇത് കേൾക്കുമ്പോൾ ചില ഉൽപ്പതിഷ്ണുക്കള് പറയുന്നയാള് ഗൾഫ് യാത്ര പറയാൻ പറഞ്ഞെന്ന് അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. ഇത് നിങ്ങളുടെ കഴിവിലോട്ട് ഇറങ്ങാൻ പറയാ. ആ സമയത്ത് കയറുമ്പോ 3 സുന്ദരി പെണ്ണുങ്ങൾ എയർ ഹോസ്റ്റസ് ആണ്. ഒരു സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ ബിസിനസ് ക്ലാസ്സിലേക്ക് കയറി ചാരി കിടക്കും. എയർ ഹോസ്റ്റസ് വന്ന് മെനു തന്നു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഉറങ്ങാൻ പോവുകയാ, ഉറക്കമില്ല. നന്നായിട്ട് ഉറങ്ങാൻ ചാരി കിടക്കവേ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ സുബഹിന്റെ സമയമാകും, ഒന്ന് തട്ടി വിളിച്ചേക്കണം, കാരണം 6 മണിക്കാണ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുക, സുബഹികളാവും. അത് പറഞ്ഞിട്ട് ഉറക്കത്തിന്റെ ക്ഷീണത്താൽ പ്രസംഗത്തിന്റെ ക്ഷീണമാണ് ഉറങ്ങിപ്പോയി. പാതിരാ സമയത്ത് ഈ ഗൾഫേർ പാതിരാത്തിൽ പാഞ്ഞു പോവുക അന്തരീക്ഷത്തിനോട്. പെട്ടെന്നടാ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്റെ മൊബൈലിന്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്. സാധാരണ വെച്ച് അലാറത്തിന്റെ ടൈമായപ്പോൾ അറിയാൾ അടിക്കാൻ തുടങ്ങി. ചാടി എഴുന്നേൽക്കുമ്പോ നാട്ടിലെ 4 മണി സമയമായി സാധാരണ അലാറം അടിച്ചെടുത്തു. എഴുന്നേറ്റപ്പോ കേട്ടത് അതിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിക്കരയുന്നൊരു ശബ്ദമോ. ഞാൻ എന്റെ കണ്ണുകളെ കാതുകളെ വിശ്വസിക്കാതെ നോക്കിയപ്പോ പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആ എയർ ഹോസ്റ്റസിന്റെ നടുവിലിരുന്നു കൊണ്ട് ബിസിനസ് ക്ലാസിന്റെ നടുവിലുള്ള തറയിൽ ഞാൻ നേരത്തെ കണ്ട എയർ ഹോസ്റ്റസ് ആയ സുമകനായ ചെറുപ്പക്കാരെ സുതന്ത്രിൽ കിടന്ന് പൊട്ടിക്കരയുകയോ. ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോ ആ സമയത്ത് എയർ ഇന്ത്യ ഈ ഗൾഫ് എയറിന്റെ ഫ്ലൈറ്റ് 30,000 അടി മുകളിൽ പറക്കുകയോ. അറബിക്കടലിന്റെ മുകളിൽ 30,000 അടി മുകളിൽ പറക്കുമ്പോ ആ സമയത്താണ് താഴെ കിടന്ന് പൊട്ടിക്കരയുന്നത്. അല്ലാഹു മൻസുർ ഇഖ്വാനനാ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു മഖ്ഫൽ മസാജിദനാ, ഞങ്ങളുടെ പള്ളികളെ നീ കാക്കണേ അല്ലാഹ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തടഞ്ഞില്ല തുടങ്ങുമ്പോ കുറെ കരഞ്ഞു കിടന്നപ്പോ സഹോദരങ്ങളെ ആ സമയത്ത് ഞാൻ ആ പടച്ചവനെ അല്ലാഹുവേ 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 ആ സമയത്ത് ഞാൻ നോക്കുമ്പോ അയാൾ എന്നെ തട്ടി വിളിച്ചു. ഞാൻ എഴുന്നേറ്റു. അവിടെ ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ച് നിസ്ലാം വീട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ പുറത്തേക്ക് ഞാൻ നെയിം പ്ലേറ്റ് നോക്കിയപ്പോ അതിൽ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് യാസീൻ ഷർഖി. അതാണ് അവന്റെ പേര്. ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെ നിന്നാ? അറബി ഭാഷയിൽ അവൻ മറുപടി പറഞ്ഞു, പിന്നെ ഫിലസ്തീൻ. ഞാൻ ഫലസ്തീൻകാരനാ. പാസ്പോർട്ട് ആണെങ്കിലും ഫലസ്തീനിയാണ് ഞാൻ. എന്റെ ഉമ്മയെയും എന്റെ സഹോദരങ്ങളെയും ജൂതന്മാർ കൊന്നൊടുങ്ങിയപ്പോ ജോർദാനിലേക്ക് ഓടിപ്പോയടാ. പൊന്നുമോനെ അറബിക്കടലിന്റെ മുകളിലൂടെ 30,000 അടി മുകളിൽ ഫ്ലൈറ്റിൽ പറക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന വജ്രായുധമുള്ളതുകൊണ്ട് അമേരിക്കയുടെ ജാലസന്ധാനമായ ഇസ്രായേലിന് ഇന്ന് ഫലസ്തീനിലെ മക്കളെ തൊടാൻ കഴിയാത്തത്. അവിടെ ഏറ്റവും വലിയ ആയുധമേടാ, അവിടെ ആയുധമേടാ. ലോകത്തിലെ ന്യൂനപക്ഷമായ ഗസയുടെ മക്കളെ കൊന്നെടുക്കാൻ ക്ലസ്റ്റർ ബോംബുകൾക്കും വിയറ്റ്നാമിനെയും കംബോഡിയയെയും ചെച്ചിനെയും സോമാലിയെയും അഫ്ഗാനിനെയും ഇറാഖിനെയും തകർത്തെറിഞ്ഞ മലനിരകളെ തകർത്തെറിഞ്ഞ ബോംബുകൾക്ക് ഫലസ്തീനിന്റെ മക്കളെ കല്ലും കവണയും ഉപയോഗിച്ച് ഇന്തിഫാദയിലൂടെ ചെറുത്ത് നിൽക്കുന്ന മക്കളെ തോൽപ്പിക്കാൻ കഴിയാത്തത്. 30,000 അടി മുകളിലും താഴ്ച നിസ്കരിച്ചിട്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനാ ഫലസ്തീന്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇത് തഹജ്ജുദിന്റെ കഥയോ. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പുറപ്പിന്റെ അടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരാ, ഇബ്ലീസിനെതിരെയുള്ള 1ാമത്തെ പോരാട്ടം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെങ്ങളെ സുബഹികളാക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധം സുബഹിയാ. അല്ലാഹു നിലനിർത്തി തരട്ടെ. കൈവക്കിയവർക്കൊക്കെ ഒന്നുകൂടി കൈവക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നിലനിർത്തി തരട്ടെ. എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ലാഭം, ഇത്രയും ചുമച്ചും കുറച്ചും പറഞ്ഞിട്ടും ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ലാഭം, ഇതിൽ ഒരാളിൽ ഈ പൊക്കിയതിൽ 10 പേര് നാളെ സുബഹിക്കുമെന്നല്ല, മുഴുവൻ വരും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. 10 പേർ ആണല്ലോ ലാഭം. അല്ലാഹു ലാഭം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ലാഭം നൽകി അനുഗ്രഹിക്കട്ടെ. വയ്യ സഹോദരങ്ങളെ, സമയാതെ
അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒന്നുകൂടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ രണ്ടാമത് ഇബ്ലീസിന്റെ അടുത്ത യുദ്ധം. ഓക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടിമകളായ മനുഷ്യരെ പഠിപ്പിക്കാൻ ഞാൻ ഇറങ്ങുകയാണ്. എന്റെ അടിമകൾ, നിന്റെ അടിമകൾക്ക് നിനക്ക് നിസ്കരിക്കാൻ പള്ളിയുണ്ട്. ഫജഅലി മസാജിദാ, എനിക്കൊരു പള്ളി തരണേ അല്ലാഹുവേ. അല്ലാഹു പറഞ്ഞു, ഇബ്ലീസേ, നിന്റെ പള്ളിയിൽ ഹമ്മാം കുളിമുറിയാണ്. നിന്റെ പള്ളി കുളിമുറിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക ബസ് സ്റ്റാൻഡിന്റെയും പഞ്ചരക്ഷ ഹോട്ടലിന്റെയും ലേഡീസിന്റെ ബാത്റൂമിൽ ക്യാമറ ഉണ്ടായത്. നിന്റെ പള്ളി, നിന്റെ പള്ളി കുളിമുറിയാണ്. അപ്പൊ കുളിയുടെ മുമ്പിൽ ഒളിഞ്ഞോട്ടം അവസാനിപ്പിക്കുക. 2, അല്ലാഹുവേ, ഫജഅലി മജ്ലിസാ, നിന്റെ അടിമകൾക്ക് നിന്നെ സ്തുതിക്കാൻ ഇങ്ങനെയുള്ള മജ്ലിസ് ഉണ്ടല്ലോ, എനിക്കും ഒരു മജ്ലിസ് താ റബ്ബേ. അല്ലാഹു പറഞ്ഞു, നിന്റെ മജ്ലിസ് അല്ല സുവാഖു, ചന്തകളാണ്, മാർക്കറ്റുകളാണ്. പണത്തിണ്ടയിൽ പോയിട്ട് ഫിത്നയും ഫസാദും പറയുന്നതാണ് നിന്റെ മജ്ലിസ്. കൈപൊങ്ങോ നിക്കരിക്കാൻ എളുപ്പം. ഇത് നിർത്താൻ പെണ്ണുങ്ങളോ 4 മണിക്ക് ശേഷം നടക്കുന്ന മിക്കവാറും അയൽക്കൂട്ടം ഫിത്നയുടെ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ ആരാണ് നിന്റെ മജ്ലിസ്? അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ നിർത്തണം. ഇതാണ് ഇബ്ലീസിനെതിരെയുള്ള പോരാട്ടം. ഈ ആവശ്യമില്ലാതെ പള്ളിയിൽ തന്നെ വന്നിട്ട് പള്ളിയിലെ മുക്കുരയുടെ മുരിയാരും മൂളിൽ കയറണം ഈ പരിപാടി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശക്കുമ്പൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പള്ളിയിലെ മുക്കുരി മുരിയാരും. അതുകൊണ്ട് ഇതിന്റെ ഇബ്ലീസിന്റെ ചിന്തയാ. മാത്രമോ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അല്ലാഹുവിനോട് ആ സമയത്ത് ഇബ്ലീസ് ചോദിച്ചു, അല്ലാഹുവേ, എന്റെ പള്ളി ഹമ്മാമാണെങ്കിൽ ഫജഅലി മുഅദ്ദിനാ, പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ എനിക്കും ഒരു മുഅദ്ദിന് വേണ്ടേ അല്ലാഹുവേ. എന്റെ മുഅദ്ദിനാരാണ് അല്ലാഹ്? 7 പള്ളിയിലൊരു മുഅദ്ദിനുണ്ട്. എന്റെ പള്ളിയിലേക്ക് വിളിക്കാനുള്ള പിശാചിലേക്ക് വിളിക്കുന്ന മുഅദ്ദിന് വേണം. അല്ലാഹു പറഞ്ഞു, നിന്റെ മുഅദ്ദിന് നിന്റെ അടുക്കലേക്ക് ആളുകളെ വിളിക്കുന്നത് മോശമർത്ഥമുള്ള ലശാറു, മോശമായ അർത്ഥമുള്ള പാട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നോക്ക്, മോശം അർത്ഥമുള്ള അല്ലാഹുവിന്റെ അടുക്കലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ല വാക്ക് അല്ലാഹു അക്ബർ. ഇബ്ലീസിന്റെ മജ്ലിസ് പള്ളിയിലേക്ക് വിളിക്കാൻ മോശമായ അർത്ഥമുള്ള പാട്ടുകൾ ഏതാണ്? അതേത് പാട്ട? അതേത് പാട്ട? സബൂറിന്റെ കയർ പൊട്ടി പോകുന്നുണ്ട് വരണേ, സുറൂറിന്റെ നിമിഷങ്ങൾ നീനൊന്ന് തരണേ. ഇതിനർത്ഥം പച്ചവ വിചാരം. എന്താ ഇതിനർത്ഥം? പച്ചവ വിചാരം. മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. വാള് കേൾപ്പിക്കൂല മക്കളെ, ഖുർആൻ കേൾപ്പിക്കൂല മക്കളെ. +2 പഠിക്കുന്ന മോള്, SSLC പഠിക്കുന്ന മോള് പാതിരാ സമയത്ത് ഇതുപോലെ ജനുവരിയുടെ തണുത്തുള്ള ഒരു രാത്രി എന്നിട്ട് അവള് പഠിച്ചോണ്ടിരിക്കുക. എല്ലാരും ഉറക്കമാണ്. ആ സമയത്ത് ഉറക്കം വരുമ്പോൾ അവൾ ഉറക്കം പോകാനൊരു പാട്ട് കേൾക്കുകയാ. ഏടാ പാട്ട്? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാണിയാണ്, കണ്ണു തുറന്നാണിയാണ്. 7-ാം ബഹറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ നാമെന്ന് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകും ഭൂമിയിലെ. ആ സമയത്തിന് മേടിച്ചു കൊടുത്ത ഉപ്പോ ആ പെണ്ണ് വിരോധിക്കുകയാണ്. നാളെ കടപ്പുറത്ത് കണ്ണോട് കണ്ണ് ചേർത്തിട്ട് എന്നോടൊരു കാമത്തിന്റെ കഥ പറയാൻ ഇതുപോലൊരു കാമുകൻ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ആ പെണ്ണ് ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. ഖുർആൻ കേൾപ്പിക്കുക, ഖിറാഅത്ത് കേൾപ്പിക്കുക. മിൻ സുനനിൻ നബിയിൽ മുസ്തഫ. ചിലർ പറയും ബാക്കി ഹെഡ് വെയിറ്റ് ആണ്, ചിലർ ഇപ്പൊ കുറെ കാശൊക്കെ ആയിപ്പോയി, ചില ആളുകൾ തലത്തരം ആയിക്കോട്ടെ. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ചു കിടക്ക്. ഇപ്പൊ നമ്മുടെ വിചാരം നമ്മൾ കുതിരപ്പുറത്താണ്. പൊടിയൊക്കെ താഴട്ടെ, അന്തരീക്ഷം വെളിക്കട്ടെ, അപ്പൊ അറിയാം ഫറസും തഹ്തരിജിരിക്കാം ഹിമാറു. കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ നമ്മൾ ഇരുന്നത്? നമുക്കെന്തിനാണ്?
അതൊരു മീസാൻ എന്ന ത്രാസിന്റെ ഭാരമല്ലേ. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നെ കൈതോടുകാർക്ക് നന്നായിട്ട് അറിയുമെന്നറിയില്ല, പക്ഷെ കൈതോടും വേക്കൽ എനിക്ക് നന്നായിട്ട് അറിയാം. അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ ഒരു വാക്കേ അറിയാവുള്ളൂ. ഞാൻ 18 വർഷം മുമ്പ് പൂന്തറ അറബി കോളേജിൽ ഹാഫിളായി. ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുക. അവാമിലിടും മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി കെ കോയ ഉസ്താദ് നമ്പറല്ലാഹു കബറിടം വിശാലമാക്കി കിടക്കട്ടെ. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, കോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന് അനുശോചനം തോട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, കോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊതിയാവും. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നുമില്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിക്കും. വിൽക്കാൻ വേണ്ടി മുത്തലിങ്ങൾ പറഞ്ഞു. ഞാനും എന്നൊരു സുഹൃത്തുണ്ട് വട്ടപ്പാറ മനുഷ്യാദ്, നിങ്ങളുടെ മഹലുകാരൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. വേക്കൽ പള്ളി വലിയ സമ്പന്നരുടെ പള്ളിയാന്നാകട്ടെ. അന്ന് ആദ്യമായിട്ട് ഞാൻ വേക്കപ്പള്ളിയിൽ പള്ളിക്ക് എന്റെ ദറസിൽ എനിക്കടക്കമുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമൈക്കുമ്പ് പ്രസംഗിച്ചു. ലക്ഷ്യ കലണ്ടർ തരാം. സംഭവം നടക്കുന്നത് വേക്കൽ പള്ളിയിലാണ്, ജുമാത്തുപള്ളിയിൽ. പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. കബറും കഫത്തോണി പറഞ്ഞാലേ കായ് കിട്ടുപോയി. അങ്ങനെ പ്രസംഗിച്ചോണ്ട് പ്രസംഗം ചൂട് പിടിച്ചു. അതൊന്നും മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മണിയായി. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം, ആളുകളുടെ ഇടയിൽ ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റ് ആണ്. ഞാൻ പറഞ്ഞു പഠിച്ചു, ഇത് എന്തൊരു മനുഷ്യനാണ്. ഞാൻ പേടിച്ച് പറച്ചവിടെ ഇരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം തോന്നി. ഇവിടെ എന്തൊരു അഹങ്കാരി, പ്രസംഗിച്ചോണ്ടിരിക്കുന്നു, എല്ലാരും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടു. ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇത് കോയ ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ്, എല്ലാവരും പൈസ കൊടുക്കുന്നത്. പൈസയൊക്കെ വാങ്ങിച്ചു തന്നു. നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നതിന് ശേഷം 2000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മുമ്പുടി മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, ആരാ ഇയാളെ മക്കളാണ് എന്നോട്. കബറിടം വിശാലമാക്കി. ഏതായാലും 18 വർഷം മുമ്പ് ആ മനുഷ്യൻ തന്ന 2000 രൂപയുടെ പ്രതിഫലം അദ്ദേഹം മണ്ണി കിടക്കുമ്പോൾ ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാരും അറിയാത്ത, ഞങ്ങൾ മാത്രം അറിയുന്ന സീക്രട്ട്. അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആൾ ഞങ്ങളുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ മരിക്കുന്ന സമയത്ത് പറയാൻ പറ്റൂല. എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ്, പോരാട്ടം നടത്തിയ ആളാണ് കരീമുല്ലാഹി മൂസ. എങ്ങനെയാ മരിച്ചത്? കരീമുല്ലാഹി മൂസാ നബിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ അസ്രായീലിനെ പറഞ്ഞു വിട്ടു. അസ്രായീൽ വന്നിട്ട് പറഞ്ഞു, കരീമുല്ലാഹി മൂസാ, നിന്റെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടടാ. വരുന്നു മൂസാ നബി വരട്ടെ കൈയെടുത്തിട്ട് അസ്രായീലിന്റെ കരണത്തെ ആഞ്ഞെടുത്തു. അസ്രായീലിന്റെ കണ്ണു പൊട്ടിപ്പോയി. അസ്രായീൽ റൂഹ് പിടിക്കാൻ വന്നു, ഒറ്റ അടി. മൂസാ നബി അസ്രായീലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇത് കെട്ടുകഥയല്ല. അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാ. അസ്രായീൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലെത്തി, അല്ലാഹുവേ, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ റൂഹ് പിടിക്കാൻ എന്നെ എന്തിനു നീ പറഞ്ഞു വിട്ടു അല്ലാഹ്? നിന്റെ മൂസ എന്നെ അടിച്ചെന്റെ കണ്ണ് പൊട്ടിച്ചു അല്ലാഹ്. അസ്രായീൽ കേൾക്കേണ്ട സംഭവമല്ലേ. അസ്രായീൽ വന്ന അങ്ങനെയല്ല. എന്ത് പറ്റി? ഞാൻ മറുപടി പറഞ്ഞില്ല, പറഞ്ഞ ശരിയാവില്ല. ഇന്നോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ, ഇനി ചിരിക്കാൻ സമയമില്ല, വിഷയം. അല്ലാഹുവേ, മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു അല്ലാഹു? അടിച്ചിട്ട് എന്നെ കണ്ണു പൊട്ടിട്ടു. അല്ലാഹ് പറഞ്ഞു, അസ്രായീലേ, ഇത് കെട്ടുകഥയില്ല. റവാഹുൽ ബുഖാരി. അസ്രായീലേ, എന്റെ മൂസ അല്പം ദേഷ്യക്കാരനാണ്. മൂസായോട് പോയൊരു കാര്യം പറയുമ്പോൾ ഇച്ചിരി മാന്യമായിട്ട് തന്മയത്വത്തോടെ പറയണം. അല്ല, എന്റെ മൂസ ഇങ്ങനെയൊക്കെ പറയും. എന്റെ മൂസയാണ്. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
നിങ്ങൾ ആഴ്ച ആഴ്ച മംഗളം വായിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജോത് സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വായിക്കണം. അത് മുത്തല്യങ്ങളോട് ഞാൻ പറയുന്നത് ഉപദേശിക്കുകയല്ല. ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തേണ്ടത്. വായിക്കണം, നന്നായി വായിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിന് മുമ്പിൽ ഒരു ചായക്കടയിൽ, നമ്മുടെ സ്പേറിന്റെ ചായക്കട, ഡ്രൈവർമാരെ പറഞ്ഞിട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടയും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ പരിപ്പോട് തിന്നുന്നതിന് മുമ്പ് പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ട് ഞാൻ പരിപ്പോട തിന്നിട്ടുള്ളൂ. ചിലപ്പോൾ എനിക്ക് വാക്ക് പറയാൻ എന്തെങ്കിലും ആ പഴയ പേപ്പറിൽ വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞിന്റെ ഭാഷ എങ്ങനെയായാലും വായിച്ചാലും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വായന. മൂസ അടിച്ചു, ഒറ്റയടിക്ക് ഒരാളെ കൊന്നാളാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറഞ്ഞു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നു. അല്ലാഹുവോട് പറഞ്ഞു, മൂസാ നബിയോട് പറഞ്ഞു, മൂസ, അല്ലാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, നീ സമ്മതിക്കുമെങ്കിൽ നിന്റെ റൂഹ് പിടിക്കാം. മൂസാ നബി പറഞ്ഞു, റൂഹ് പിടിച്ചോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. അവിടെ വെച്ച് എന്റെ റൂഹ് പിടിക്കാം. അസ്രായീൽ, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ഒറ്റ ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് കരീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച് ഖബറടക്കണമെന്ന് പറയാൻ കാരണം അറിയില്ല. എന്റെ ഒരു പ്രശ്നം, ഞാൻ ഒരു വിഷയം പറയാൻ നീട്ടി പരത്തി വിശാലമായിട്ട് പറയാതെ പോയാൽ മനസ്സിനൊരു തെളിവെടുക്കും. എന്താണെന്നറിയില്ല. മൂസാ നബിക്കറിയാം അതിനെയാണ് വരാനിരിക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് മിഅ്റാജിന് പോകുന്നതെന്ന് അറിവ് മൂസാ നബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി. റഅയ്തു മൂസാ മുസല്ലിയൻ ഫീ ഖബരിഹി. ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. ഭയങ്കര ഇസ്ലാമിന്റെ ചരിത്രം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചത്രേ, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാ. അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാണ് ഞങ്ങളിത് കുഴിക്കുന്നതെന്ന് പറഞ്ഞു. ആരാ കുഴിക്കുന്നത്? മനുഷ്യരല്ല, അല്ലാഹുവിന്റെ മലക്കുകളാണ് ഖബർ കുഴിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത്. മൂസാ നബി ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നീണ്ടു നിവർന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളം കണ്ടു മൂസാ. സ്വർഗത്തിന്റെ വിരിപ്പ 6 അടി മണ്ണിന്റെ ഉള്ളിൽ കണ്ടു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഖബറിൽ മലന്ന് കിടക്കുമ്പോ ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ കഫം പൊതി തുണിഞ്ഞത് മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായികത്തുകളോ. പണ്ട് ചെറുപ്പക്കാരാ, അഭിനവരാഗ ലോകത്തിന്റെ പേക്കൂട്ടുകളോട് രാജിയാവാണ്. കാലഘട്ടത്തിന്റെ കാലച്ചുകളിൽ കണ്ടെറിഞ്ഞ് കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാലത്തിന്റെ കാവലാളുകളാകാൻ ഫിറൗനെതിരെ പൊരുതിയ മൂസാ നബിയാണ്. പിന്നെ മയ്യത്ത് നിസ്കരിച്ചത് മലക്കുകളാ. കഫം പൊതിഞ്ഞതോ മലക്ക്, കുളിപ്പിച്ചതും മലക്ക്.
അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച് പോരാടിയാൽ ഏറ്റവും നല്ല മരണം കിട്ടും. ഇനി എത്ര വേണം പറയാം? ഉദാഹരണം അവസാനത്തെ പറയാം. അവസാനത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മറുഭാഗത്ത് മനുഷ്യ പിശാചാര, മറുഭാഗത്ത് മനുഷ്യ പിശാചാര അബൂജഹൽ. അബൂജഹൽ ബദറിന്റെ പൊട്ടക്കണത്തിൽ പുഴു നാറിയിട്ട് ചത്തുപോയി അബൂജഹൽ. അല്ലേ? അങ്ങനെയല്ലേ? ആയത്തുണ്ടല്ലോ. അബൂജഹലിനോട് അള്ളാഹ് പറഞ്ഞല്ലോ നിന്നെ കൈകാര്യം. ആയത്തുണ്ട് നോക്കാതെയുള്ള വാദം. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്താൻ രാവിലെ 7 മണിക്ക് കൈതോടെ എഴുന്നേറ്റ് അർദ്ധഹാലിലാണ്. ഉറക്കച്ചടവിൽ എവിടെ എത്തി? ഒരു ബിസ്ക്കറ്റിൽ ഉറങ്ങിപ്പോയി. നോക്കാൻ പറ്റില്ല. എന്താ നിന്റെ തമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ, നിന്റെ ഈ തമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്കിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് നിന്നെ ഞാൻ വലിച്ചെറിയും അബൂജഹലേ. നിന്റെ ഈ മുടിക്കത്തിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞില്ലേ ബദറിന്റെ പൊട്ടക്കിണറ്റിൽ? ഹബീബായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂജഹലിനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോ ഈ ആയത്തോ പറഞ്ഞില്ല അബൂജഹലെ നിർത്താൻ. നിർത്തിക്കൂടെ സഹോദരങ്ങളെ? ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹ് കിട്ടപ്പെടാത്ത ജീവിതം എല്ലാം എന്തായി? ഒന്നുകിൽ നിർത്തും, നിർത്തിയില്ലെങ്കിൽ എന്റെ കുടുമയിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടുക ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ശത്രു ആരാ? മൂന്നാമത്തെ ശത്രു ആരാ? ഒന്ന് മനുഷ്യന്റെ പിശാച്, മറ്റ് ജിന്നുകളുടെ പിശാച്. ജിന്നുകളുടെ പിശാച് ആരാ? ഇബ്ലീസ്. ഇബ്ലീസ് ജിന്നുകളുടെ. പെട്ടെന്ന് നമുക്ക് തിരിയാം. അവരെ പോലല്ലോ ഇടയ്ക്ക് തീർന്നിട്ടല്ലേ പോകുള്ളൂ. എന്നാ ആയുധം പറഞ്ഞ് ഇവർക്കെതിരെ പോരാടാൻ ആയുധം വേണ്ട. അല്ല, ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹ് 30 തവണ ഞാൻ സുല്ലിട്ടു എന്ന് പറഞ്ഞാൽ പറ്റൂല. അള്ളാഹ് 30 തവണ ഞാൻ ഇല്ല ഞാൻ സുല്ലിട്ടു പറ്റൂല. ആയുധം വേണ്ട പോരാടാൻ. എന്താ ആയുധം? ആയുധം അള്ളാഹ് തന്നെ പറയുന്നു. അതെന്റെ ജീവിതത്തിൽ മൂന്നാമത്തെ പിശാച് അല്ലേ? പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം നബി എവിടെ ഇറങ്ങി? ആദം നബി നിലമേല് വെച്ച് പറഞ്ഞപ്പോ ആദം നബി പിന്നെ ആദം നബി പിന്നെ മംഗളിയാനി കയറി ചന്ദ്രനി പോയി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി ആർക്കറിയാൻ പാടില്ല. ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വാ ബീവി ജിദ്ദയല്ല ജദ്ദയാണ്. ആരും മലയാളികൾ കസറിട്ടത് ജിദ്ദയല്ല ജദ്ദ. വെല്ലുമ്മ. അപ്പൊ അറബികൾ വെല്ലുമ്മാടെ ആളുകളും ഇന്ത്യക്കാര് വല്യാപ്പാട് ആളുകളും. ഇവരുടെ കൂടെ ഒരു മഹാനം കൂടെ അവിടെ പുറത്തിറക്കിയില്ലോ. ആരാ? സമയത്ത് പറയാം. ഇബ്ലീസെ നീ ഇവരെ കൂടെ പുറത്തോട്ട് പോകും. ഇബ്ലീസ് എവിടെ ഇറങ്ങി? നമ്മൾ ഏത് ചരിത്രത്തിന്റെയും പകുതിയൊക്കെ. ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വാ ബീവി ശ്രീലങ്കയിൽ ഇറങ്ങി. രണ്ടുപേരും കൂടി പൊട്ടിക്കരഞ്ഞു. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാവും. അല്ലാഹുവേ, 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു, 100 വർഷം ഇരുന്ന് കരഞ്ഞു, 100 വർഷം കിടന്നു കരഞ്ഞു. ഒരു തെറ്റ് ഹവ്വാ ബീവി. ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു. 1 അൽഊദ്, 2 വസന്തരു ചന്ദനം, 3 വസഞ്ചബീൽ ഇഞ്ചി. ഏറ്റവും നല്ല ഊദ് ഇന്ത്യയിലാണ്, ആസാമിലാണ്. 2 വസന്തരു ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം മറയൂർ ചന്ദനമാണ്. ഇഞ്ചി, ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിൽ ഇഞ്ചിയാണ്. അപ്പൊ ആദം നബി കരഞ്ഞത് ഭൂമിയിലോട്ട് ഇറങ്ങി ആദം നബി കരഞ്ഞത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം കാലിച്ചു പറ്റിയ മണ്ണ് ഇന്ത്യയാണ്. വാപ്പസി എന്നത് തറവാട്ടിലേക്ക് മടങ്ങാനാണെങ്കിൽ മടങ്ങേണ്ടത് ഇസ്ലാമിലേക്ക്.